നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പത്മ അവാർഡുകൾ. കഴിഞ്ഞ ദിവസം ജനുവരി 25, 26 തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്ന അവാർഡുകളാണ് പത്മ അവാർഡുകൾ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇങ്ങനെയുള്ള അവാർഡുകളെല്ലാം. അവിടെ ഇപ്പം എൻ്റെയൊക്കെ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രി, +2 പ്രീ ഡിഗ്രി കാലഘട്ടത്തൊക്കെ നമുക്കൊരു അവാർഡ്, പത്മശ്രീയൊക്കെ അവാർഡ് മിക്കവാറും പത്രങ്ങളിലായിരിക്കും, ദൃശ്യമാധ്യമങ്ങളിലൂടെ, അത് പത്രങ്ങളിലോ ടി വികളിലൂടെയൊക്കെ അന്നത്തെ ദിവസം നമ്മൾ അറിയുന്നു. ആ അവാർഡുകളിലൊക്കെ ഞാൻ പറയുന്നത് 90കളിൽ, 95, 98 കാലഘട്ടത്തിലൊക്കെ ആ അവാർഡുകൾ അവർക്ക് അർഹതപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നും. അവർക്ക് കിട്ടുന്ന അവാർഡ് നമുക്ക് ഇന്നാൾക്ക് കിട്ടി, അവർ കറക്റ്റ് ആപ്റ്റാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അന്ന് അവാർഡ് പ്രഖ്യാപനം. അല്ലാതെ കണ്ട ഡൂക്ലികൾക്കൊന്നും കൊടുക്കുന്ന രീതിയല്ല. സത്യസന്ധമായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞെന്നുള്ള ഡൂക്ലി എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് പ്രതീക്ഷിക്കാത്തവർക്കല്ല. പക്ഷേ ഇപ്പോഴത്തെ രീതി, സാഹചര്യം മാറി. ഇപ്പം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു 5-6 ഉദാഹരണങ്ങൾ ഇതിനകത്ത് പറയാം. നിങ്ങൾ അവർക്ക് എന്തുകൊണ്ട് കൊടുക്കാഞ്ഞ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇത് കിട്ടാത്തത്, ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ? ഞാൻ ഉറപ്പായിട്ട് പറയാം, പല പ്രമുഖരായിട്ട് സാഹിത്യ, സിനിമ മേഖലയിൽ വളരെ തിളങ്ങി നിൽക്കുന്നവർക്ക് പോലും ഇനി ചിലപ്പോൾ അങ്ങോട്ട് പത്മശ്രീയോ അല്ലെങ്കിൽ പത്മവിഭൂഷണോ അങ്ങനെയുള്ള ബഹുമതികൾ, പരമോന്നതമായ ബഹുമതികൾ, രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ അംഗീകാരമാണ്. ഏത് മനുഷ്യനും പറഞ്ഞാലും ഇല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതാണ്, അവർക്ക് കിട്ടുന്ന അംഗീകാരമാണ്. അതെല്ലാവരും സന്തോഷത്തോടുകൂടി മേടിക്കുന്നൊരു കാര്യമാണ് ഇതെല്ലാം, ഈ അംഗീകാരങ്ങളെല്ലാം. അതിനകത്ത് ഞാനിപ്പോൾ ആദ്യം പറയുന്നൊരു പേര് ഫാത്തിമ ബീവി, ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. വനിതാ ജഡ്ജിയായിരുന്നു സുപ്രീം കോടതി ആദ്യത്തെ വനിതാ ജഡ്ജി. ആലോചിക്കുക, അങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് മരണാന്തര ബഹുമതിയായിട്ട് കഴിഞ്ഞ ദിവസം പത്മഭൂഷൺ, അത് പത്മശ്രീ നേരത്തെ കിട്ടിയിട്ടുണ്ടോ, എന്നാൽ പോലും എത്രയോ ബഹുമതികൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി സാന്നിധ്യമാണ് ഫാത്തിമ ബീവി. പക്ഷേ മരണാന്തര ബഹുമതിയായിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടതാണ്. ഇത്രയും പ്രായമായതിനു ശേഷം അവർക്ക് അർഹിച്ച ബഹുമതി കൊടുക്കാത്തത് ഒരിക്കലും അതൊരു നീതികേട് തന്നെയാണ്. ചിലപ്പം രാഷ്ട്രീയമായിരിക്കാം. എനിക്കിപ്പം തോന്നുന്നത് ഇങ്ങനെയുള്ള നാഷണൽ അവാർഡോ അല്ലെങ്കിൽ പത്മ അവാർഡോ എല്ലാം രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മതമൊക്കെ അതിനകത്ത് വരുന്നുണ്ടായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഓരോരുത്തർക്കും നമുക്ക് പറയാതെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫാത്തിമ ബീവി അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. രണ്ടാമത്, മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മറ്റൊരു വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. നമുക്കറിയാം, ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത് അദ്ദേഹം സംവിധായകനാണ്, നിർമ്മാതാവാണ്, ഗാനരചയിതാവാണ്. എല്ലാ രീതിയിലും സമ്പുഷ്ടമാക്കിയ ഒരു സമയത്ത്, ദേവരാജൻ മാഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് ഏറ്റവും സമ്പന്നമാക്കിയ, മലയാള സിനിമയെ ഏത് രീതിയിലും സമ്പന്നമാക്കിയ ഒരു വ്യക്തിയാണ് ഈ ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന് ഇന്നേ വരെ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടില്ല. പത്മ അവാർഡ് തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇത് നീതികേടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും നീതികേടാണ്. അത് നിങ്ങളുടെ ഇതിൽ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തത് നമ്മുടെ നടൻ മമ്മൂട്ടിയാണ്. ഈ പറഞ്ഞ വ്യക്തികളുടെ എല്ലാം ഒരു പ്രത്യേകത, ഇവർക്ക് പത്മശ്രീ കിട്ടിയില്ലെങ്കിൽ അവരതിനെക്കുറിച്ച് മോശമായി, എനിക്ക് കിട്ടണമായിരുന്നു, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് വികാരം ഉൾക്കൊണ്ട് മീഡിയയ്ക്കകത്ത് സംസാരിക്കുന്നവരൊന്നും അല്ല. അങ്ങനെ സംസാരിക്കുന്നവരൊന്നും ആരുമല്ല. മൂന്നാമത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് 1998 ലാസ്റ്റ് പത്മശ്രീ നൽകി ആദരിച്ചത്. ഏകദേശം 72 വയസ്സ് കഴിഞ്ഞ് 73ാമത്തെ വയസ്സിലോട്ട് കയറുമ്പോഴും ഇപ്പോഴും വളരെ, ഏത് ഫാൻ ഫൈറ്റൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏത് രീതി നോക്കിയാലും അദ്ദേഹം അഭിനയത്തിൻ്റെ ഓരോരോ കൊടുമുടികൾ താണ്ടി ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് അദ്ദേഹം കയറുന്ന സമയം അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ട്, പത്മശ്രീ കഴിഞ്ഞിട്ടുള്ള പത്മഭൂഷൺ കിട്ടിയിട്ട് 25 വർഷമായി. കഴിഞ്ഞ ദിവസം PD സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തോന്നുന്നത് രേഖപ്പെടുത്തി. 25 വർഷമായി. PD സതീശനോട് ഞാൻ എതിർക്കുന്നൊരു കാര്യം, മമ്മൂട്ടിക്ക് 25 വർഷം എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടായി. അന്ന് കോൺഗ്രസും ഭരിച്ചിരുന്നു.
98 കഴിഞ്ഞിട്ട് ഈ 2014-13 BJP അധികാരത്തിലാണ്. അതിനുമുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും പത്മഭൂഷൺ കൊടുത്തിട്ട് 25 കൊല്ലത്തിനിടയിൽ പത്മഭൂഷണും എല്ലാം കൊടുക്കാം. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ വർഷം കൊടുത്ത അവാർഡുകൾ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷണാണെന്ന് തോന്നുന്നു, അതുപോലെ മിഥുൻ ചക്രവർത്തിക്ക്. ഇതിനേക്കാട്ടിൽ എത്രയോ യോഗ്യരാണ് ഈ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ. നമുക്ക് മലയാളത്തിലറിയാം. മോഹൻലാലിന് ഓൾറെഡി പത്മവിഭൂഷൺ കിട്ടി. ഇപ്പം അടുത്തൊരു പത്മഭൂഷൺ കിട്ടി. പത്മവിഭൂഷൺ മോഹൻലാലിന് അടുത്ത വർഷം കിട്ടിയാൽ അതിശയിക്കപ്പെടേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് അർഹതപ്പെട്ടതുമാണ്. പക്ഷെ മമ്മൂട്ടിക്ക് 25 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം ഇത് ഈ പറഞ്ഞവരുടെ എല്ലാം. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മരിച്ചുപോയ തിലകനാണ്. അഭിനയ സാമ്രാട്ട്, അഭിനയത്തിൻ്റെ കുലപതി എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഭയങ്കരമായിട്ട്, അതായത് ഏത് രീതിയിലും അഭിനയം കൊണ്ട് ഏത് റോള് കൊടുത്താലും അസാധാരണമായ അഭിനയം കൊണ്ട് നമ്മളെ, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കൂടുതൽ ബഹുമതികളൊന്നും അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടില്ല. നാഷണൽ അവാർഡിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നാഷണൽ അവാർഡിന് അദ്ദേഹത്തിന് പെരുന്തച്ഛനും അമിതാഭ് ബച്ചൻ്റെ അഗ്നിപഥാന്ന് തോന്നുന്നു, അഗ്നിപഥോട് മത്സരിച്ചപ്പോൾ പെരുന്തച്ഛനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്തുകൊണ്ട് അമിതാഭ് ബച്ചന് അഗ്നിപഥിന് കൊടുത്തു. ഇത് നോർത്ത് ഇന്ത്യൻ ലോബി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ലോബികളായാലും ഇവരെല്ലാം ഈ പറഞ്ഞവരെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ നെടുമുടി വേണുകൂടെ ഞാൻ പറഞ്ഞു. നെടുമുടി വേണു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ കാണും, അർഹരായിട്ടുള്ളവർ. നെടുമുടി വേണു നമ്മൾ ആലോചിക്കുക, ഏത് റോള് കൊടുത്താലും എത്രയോ വർഷം സിനിമയിൽ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മ അവാർഡുകൾ വന്നിട്ടില്ല. അന്നേരം ഇതിപ്പം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്ന് എനിക്ക് തോന്നിയതിൻ്റെ പ്രധാന കാരണത്തിൽ ഒന്ന്, കഴിഞ്ഞ വട്ടത്തെ നാഷണൽ അവാർഡ് കൊടുത്തപ്പം എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് അല്ലു അർജുന് ബെസ്റ്റ് ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ അവാർഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പരിതാപകരമായ അവാർഡ് തന്നെ ചടങ്ങാണ്. അന്നേരം ഇതിനകത്ത് കൊടുക്കുന്നവർക്ക് അർഹതപ്പെട്ടവരുണ്ടായിരിക്കും, പത്മ അവാർഡ് കൊടുക്കുന്നതിൽ അർഹതപ്പെട്ടവരുണ്ടായിരിക്കാം. പക്ഷേ ഈ അർഹരായിട്ടുള്ളവരെ, ഉറപ്പെന്ന് വിചാരിക്കുന്നവരെ നമ്മൾക്ക് ഏറ്റവും ഇവർക്ക് കിട്ടണം എന്ന് ഏത് കുഞ്ഞും മുതൽ ഏത് പ്രായമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്നവരെ തള്ളി മാറ്റരുത് എന്നുള്ളതാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമതികളൊക്കെ കൊടുക്കണം. ഇപ്പോൾ നെടുമുടി വേണുവും തിലകനുമൊക്കെ നമ്മളെ വിട്ടു പിരിഞ്ഞു. മരണാന്തര ബഹുമതിയായിട്ട് കൊടുക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ജീവിച്ചിരിക്കുമ്പം അവർക്ക് സന്തോഷമായിട്ട് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ ഒന്നും അല്ല ഒന്ന് മേടിക്കേണ്ടത്. അവർ തന്നെ പ്രസിഡൻ്റ് കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. കാരണം അവരത്രയും ത്യജിച്ചിട്ടാണ് ഇങ്ങനെയുള്ള രംഗങ്ങളിലെല്ലാം ഇവർ ശോഭിക്കുന്നത്. പല രംഗങ്ങളിലായിരിക്കും അതെല്ലാം ശോഭിക്കുന്നത്. അവർക്ക് കൊടുക്കണം. ഇനിയും രാഷ്ട്രീയ ലക്ഷ്യം ഉന്നം വെച്ചിങ്ങനെ ഇവരെ തള്ളിക്കളയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഇപ്പം കേരളത്തിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള താരങ്ങളായിക്കോട്ടെ, സാഹിത്യങ്ങൾ അവിടുന്ന് ഒരു ശുപാർശ പോകുന്നതായിരിക്കും, അതൊക്കെ തള്ളിക്കളയുന്നുണ്ടായിരിക്കാം. രാഷ്ട്രീയം കലയ്ക്കോ ഒന്നും സാഹിത്യത്തിനൊന്നും നമ്മൾ മതമോ രാഷ്ട്രീയം വെച്ച് ഒരിക്കലും അവരെ അളവ് പോലാക്കുക. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടത്. യേശുദാസിനെ ഇഷ്ടപ്പെടുന്നത് ഇതാണ് മതമാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഇന്ന മതമാണ്, തിലനെ ഇഷ്ടപ്പെടുന്ന ഇന്ന മതം, അങ്ങനെയൊന്നുമല്ല. അവർ ഇന്ന പാർട്ടിക്കാരാണെന്ന് വെച്ചുകൊണ്ടൊന്നുമല്ല. അവരെ ഇഷ്ടപ്പെടുന്ന അവരുടെ അഭിനയ സിദ്ധികളോ അല്ലെങ്കിൽ അവരുടെ MT വാസുദേവൻ, അതിനകത്ത് പറഞ്ഞ വിട്ടുപോയ MT വാസുദേവൻ നായർ, MTക്ക് എനിക്കൊന്നും ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയ ഒരാളാണ്. പക്ഷേ എനിക്കൊന്നും പത്മഭൂഷണമൊന്നും കിട്ടിയിട്ടില്ല. അന്നേരം ഇങ്ങനെ അനവധി പേരുണ്ട്. അന്നേരം ഇവർക്ക് നിങ്ങൾക്ക് കമൻ്റിടാം ആർക്കൊക്കെയാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാത്തത്. ഇപ്പം കൊടുക്കുവാണെങ്കിൽ ഇവർക്കൊക്കെ എനിക്കൊന്ന് ഭാരതരത്നം വരെയൊക്കെ കൊടുക്കേണ്ട ആൾക്കാരായിരുന്നു. അന്നേരം ഇനി ഇങ്ങനെയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം, കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൈ.